PSC ഒരു മുൻകാല ചോദ്യപേപ്പർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? അതിൽ ഹിസ്റ്ററി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഭരണഘടനയുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്. അതായത് ആ എക്സാമിൻ്റെ സിലബസിലുള്ള എല്ലാ വിഷയങ്ങളിലൂടെയും കടന്നു പോകും. അപ്പം നമുക്ക് എവിടെയാണ് ശക്തി, എവിടെയാണ് ദൗർബല്യം? അഥവാ പുതുതായി പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ എല്ലായിടത്തും കടന്നു പോകാൻ പറ്റും. അതിനോടൊപ്പം മുൻകാല ചോദ്യങ്ങളും SCERT പാഠഭാഗവും കൂടിയായാലോ? കംപ്ലീറ്റ് ഗൈഡായി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദനൻ MV. വിൻഡോജുവിൻ്റെ കേരള PSC കംപ്ലീറ്റ് ഗൈഡിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. തുടർച്ചയായി കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം നിങ്ങൾക്ക് 6-7 ക്ലാസ്സുകൾ കഴിഞ്ഞാൽ അവിടെ കിട്ടും. ഓരോ 7 ക്ലാസ്സുകൾ കഴിഞ്ഞാലും കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ PDF-ഉം നിങ്ങൾക്ക് അവിടെ ബാച്ചിൽ പഠനത്തിനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. PDF കിട്ടും. എല്ലാ ദിവസവും പോളുകളുണ്ട്. PSC അപ്ഡേറ്റ്സുകൾ ലഭിക്കും. ഓക്കെ, അപ്പോൾ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര് എന്നുള്ളതാണ്. ഇവിടെ കൺഫ്യൂഷൻ വരുന്ന 2 ആളുകളുണ്ട്. സാധാരണ പഠിച്ചു തുടങ്ങിയവർക്ക്, നന്നായി പഠിച്ചു തുടങ്ങിയവർക്ക് VP മേനോനാണോ അതോ KM പണിക്കരാണോ? രണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സുപ്രധാന പങ്ക് വഹിച്ച 2 ആളുകളാണ് ഈ 2 മലയാളികൾ. VP മേനോൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തുകാരനാണ്. VP മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലായിരുന്നു പങ്കുവഹിച്ചിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്നത് നിങ്ങൾക്കറിയാം. എല്ലും തോലുമായിട്ടാണ്, ഒരു വിഭവങ്ങളുമില്ല. ആകെ ഇന്ത്യ പാപ്പരാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിക്കുന്ന നാട്ടുരാജ്യങ്ങളുണ്ട്. ഒട്ടനവധി നാട്ടുരാജ്യങ്ങളുണ്ട്, അതിനെ സംയോജിപ്പിക്കണം. യൂണിയനിൽ യോജിക്കാൻ സമ്മതിക്കാത്ത നാട്ടുരാജ്യങ്ങളുണ്ട്, അതിനെ യോജിപ്പിക്കണം. കൂടാതെ അഭയാർത്ഥി പ്രവാഹം. ഇങ്ങനെ നാനാപ്രകാരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് ഇന്ത്യക്ക് സന്തോഷം തരുന്നതാണെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പുലരുന്നത് 1947 ആഗസ്റ്റ് 15. അതിൽ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. അദ്ദേഹത്തിനായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല. ആ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. ഒറ്റപ്പാലത്ത് നിന്നാണ് ലളിതമായ ജീവിതം തുടങ്ങി. പിന്നീട് ബോംബെയിൽ പോയി, പിന്നീട് ഡൽഹിയിലെത്തി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറി ആയിട്ടടക്കം വളർന്ന് ഒടുവിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലും ലയനക്കരാർ തയ്യാറാക്കുന്നതിലും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് VP മേനോൻ. മറ്റൊരാൾ KM പണിക്കരാണ്. KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്ന കമ്മീഷനിൽ അംഗമായിരുന്നു KM പണിക്കർ. അപ്പോൾ ഈ 2 ആളെയും മാറ്റിവെച്ച് ഓർക്കുക. KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനയിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ്. ആ കമ്മീഷനിൽ, ഫസൽ അലി കമ്മീഷനിൽ അംഗമായിരുന്നു. അതേസമയം നമ്മുടെ VP മേനോൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറിയായി. ഓക്കെ, അദ്ദേഹമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ചത്. ഇതാണ് ആ ഭാഗം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി. പല പ്രാവശ്യം ഇതേ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ചോദ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചോദ്യം വളരെയധികം ആവർത്തിച്ച ഒരു ചോദ്യമാണ് എന്ന് ഓർത്തിരിക്കുക. SCERT പാഠഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ പ്രധാന ഭാഗത്തിൽ പറയുന്നത് എന്താ? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ലയനക്കരാർ തയ്യാറാക്കി. PSC ചോദ്യം വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. ലയനക്കരാർ തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചവർ, അതിൽ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, പട്ടേൽ ഉണ്ടായിരുന്നു, VP മേനോൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ജവഹർലാൽ നെഹ്റു പങ്കുവഹിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ അവിടെ KM പണിക്കരുത്. അതിൽ നിങ്ങൾ KM പണിക്കരെയാണ് ഒഴിവാക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നതാണ്. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഈ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, SCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ അതാത് പാഠഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇത് പാഠം 3 ആണ്, 3
അല്ലല്ല, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന 5-ാമത്തെയോ 6-ാമത്തെയോ പാഠമാണ്. പാഠം കൃത്യമായിട്ട് അറിയില്ല, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചു നോക്കുക, ഇത് തപ്പി നോക്കുക. 10ാം ക്ലാസ്സിലാണ്, ഹിസ്റ്ററി പാഠപുസ്തകത്തിലാണ്. അപ്പോൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഇപ്പം 3 വകുപ്പുകൾ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഏതെല്ലാം ആയിരുന്നു പ്രതിരോധ വകുപ്പിന് ഇന്ത്യൻ യൂണിയനിൽ നാട്ടുരാജ്യങ്ങൾ കൈമാറേണ്ടത്? പ്രതിരോധവും വിദേശകാര്യവും വാർത്താവിനിമയവുമാണ്. അതെന്താ അങ്ങനെ? അതായത് ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം വിഭജിക്കുകയാണ് ഇന്ത്യനെ. അതായത് ഇന്ത്യൻ യൂണിയൻ എന്നും അതുപോലെ തന്നെ പാകിസ്ഥാനും. അതിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരാം, അവർക്ക് സമ്മതമാണെങ്കിൽ. എന്താ അങ്ങനെ പ്രദേശങ്ങൾ പറയാനുള്ള കാരണം? പ്രദേശങ്ങൾ പറയാനുള്ള കാരണം ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുമ്പോൾ 2 തരത്തിലാണ് ബ്രിട്ടൻ ഭരിച്ചിരുന്നത്. ഒന്ന്, നാട്ടുരാജ്യങ്ങളെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ബ്രിട്ടന്റെ ഭരണം. അവിടെ നാട്ടുരാജാവ് ഉണ്ടാവും. ഇപ്പോൾ തിരുവിതാംകൂറിൽ ഒരു രാജാവുണ്ട്, പക്ഷെ ബ്രിട്ടൻ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ പ്രധാനമായും നിയന്ത്രിച്ചിരുന്നത്. മറ്റൊന്ന്, മലബാർ മേഖല പോലെ ബ്രിട്ടൻ നേരിട്ട് നിയന്ത്രിക്കുന്നു. ആ ബ്രിട്ടൻ നേരിട്ട് നിയന്ത്രിക്കുന്ന സ്ഥലങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് മാറി. ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാം. 550-ലധികം നാട്ടുരാജ്യങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാം. അങ്ങനെ നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നുള്ളത് വിഷമമേറിയ ഒരു ചുമതലയായിരുന്നു. അതിനാണ് ലയന കരാർ സർദാർ വല്ലഭായ് പട്ടേലും ആരും ചേർന്നുണ്ടാക്കുന്നത്, VP മേനോനും ചേർന്നുണ്ടാക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് അവർ നൽകേണ്ടത്. ഒന്ന് പ്രതിരോധം, മറ്റൊന്ന് വിദേശകാര്യം, മറ്റൊന്ന് വാർത്താവിനിമയം. ഇവയുടെ നിയന്ത്രണങ്ങളാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്. അങ്ങനെ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ട് അവിടെ. ഇപ്പം തിരുവിതാംകൂറിൽ നമ്മൾ CPയെ പറഞ്ഞയക്കുന്നുണ്ട് അല്ലേ? എന്താണ് CP ചെയ്ത തെറ്റ്? CP അമേരിക്കൻ മോഡൽ ഭരണത്തിന് വേണ്ടി തിരുവിതാംകൂറിനെ കൊണ്ടുവന്നപ്പോൾ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം എന്ന് പറയുന്ന ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ CPയുടെ മൂക്കിനൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ CP പിന്നെ നാട് വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങൾ മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളിൽ ലയനക്കാരിൽ ഒപ്പുവെച്ചു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ 3 നാട്ടുരാജ്യങ്ങൾ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ചു. പിന്നെ 3 നാട്ടുരാജ്യങ്ങളേ ഉള്ളൂ. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടികളിലൂടെയും ആ രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. SCERT ഭാഗം നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് തന്നു എന്ന് മാത്രം. അപ്പോൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് ഇതാണ് ലയനക്കരാറിൽ ചേരാൻ വിസമ്മതിക്കുകയും പിന്നീട് ചേരുകയും ചെയ്തു. ഇതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് VP മേനോൻ. 1894 അദ്ദേഹത്തിന്റെ ജനനം. സോ VP മേനോൻ എന്ന് ജനിച്ചു എന്ന് ചോദിക്കാം, കാരണം SCERT ബുക്കിലുണ്ട്. അത് വിചാരിച്ചിട്ട് KM പണിക്കർ എന്ന് ജനിച്ചു എന്നുള്ളത് നിങ്ങൾ ഓർക്കണ്ട. അത് SCERT ബുക്കിലുണ്ടെങ്കിൽ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം വന്നാലോ? അങ്ങനെ SCERT ബുക്കിനും മുൻകാല ചോദ്യങ്ങൾക്കും പുറകെ ഞാൻ പറഞ്ഞല്ലോ 5-10 ചോദ്യങ്ങളാണ് വരിക. ബാക്കി 90 ചോദ്യങ്ങൾ ഇവിടുന്നാണ് വരിക. അപ്പൊ അങ്ങനെ ഓരോ ഡീറ്റെയിലും പഠിക്കാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. ഇതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും. അപ്പൊ കയ്യിൽ ഒതുങ്ങുന്നത് പഠിച്ച് PSC നേടുക, നിങ്ങളുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നത് പഠിച്ച് PSC നേടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ തന്ത്രം. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നേക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. കണ്ടോ, അവിടുന്നാണ് ആ ചോദ്യം വന്നത്. അപ്പൊ SCERT ബുക്കിലെ ഓരോ വാചകവും പ്രധാനമാണ്. ആ ചോദ്യം വന്നത് എവിടുന്ന? മുൻകാലത്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കുവഹിച്ചത്? സർദാർ പട്ടേൽ, നെഹ്റു. നമുക്ക് ഈ സീരീസിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും, നിങ്ങൾ ഈ തപ്പി നടക്കണ്ട. SCERT ബുക്കിലുണ്ട് കാര്യങ്ങൾ, മുൻകാല ചോദ്യങ്ങളിലുണ്ട് കാര്യങ്ങൾ. ഇത് കഴിഞ്ഞു വരുന്ന എക്സാമുകൾക്കും നിങ്ങൾ അതിശയിച്ചു പോകും, ഇത്രേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ PSC എന്നുള്ളത്. ഇപ്പൊ സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. മറ്റൊരു കൊല്ലം അവിടെ ഓർക്കേണ്ടത് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ഈ കൊല്ലവുമായി ബന്ധപ്പെട്ടൊരു വ്യത്യാസമുണ്ട്, പിന്നീട് ഞാൻ പറയാം. ഇത് SCERT 1952 ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്.
നോക്കൂ, ഇതിൽ നിന്ന് ഓരോ ലൈനിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ഒറ്റപ്പാലത്താണ് ജനിച്ചത് എന്നുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്നുള്ളതിൽ ചോദ്യം വന്നിട്ടുണ്ട്. എവിടെയായിരുന്നു ഗവർണർ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഏതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകം എന്നുള്ളതും ചോദ്യം വന്നു. ഈ SCERT ബുക്കിലെ കോളങ്ങൾ, ഇതുപോലുള്ള പെട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ബുള്ളറ്റ് പോയിന്റുകൾ ശ്രദ്ധിക്കണം, അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ VP മേനോൻ 1894 ജനിച്ചത്. കൊല്ലം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ VP മേനോനാണ്, ഒറ്റപ്പാലമാണ്, അതുമായി കണക്ട് ചെയ്യണം 1894. അതിനൊരു ചരിത്രബോധം ഉണ്ടാവണം. എന്തായാലും 1947 മുമ്പാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലയനക്കരാർ തയ്യാറാക്കുന്നത് ആരാണ്? VP മേനോൻ. അപ്പോ 1947 മുമ്പാണ്. 1947 മുമ്പ് എത്ര? അവിടെ ആലോചിച്ചാൽ മതി. അദ്ദേഹം ഒരു മധ്യവയസ്സിലാണിത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം 50 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ 1947 50 വർഷം മുമ്പേ എന്ന് പറഞ്ഞാൽ എന്തായാലും 1890കളുടെ അവസാനമാണ്. അങ്ങനെ ഒരു കാര്യം വന്നല്ലോ. അപ്പൊ 1880കളുടെ അവസാനം, 1890കൾ അതാണെന്ന് ധാരണ വെക്കാലോ നമുക്ക്. ഒരു 50-60 വയസ്സിലാണ് എന്നുള്ളതാവുമ്പോൾ 1890 ഇൻറ്റു പ്ലസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 വർഷം. ഇനി 4 എങ്ങനെ ഓർത്തു വെക്കും? ആ 4 ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഇത് എത്ര പാലമാണ്? ഒറ്റപ്പാലമാണ് അല്ലെ? പാലക്കാട് ആണ്, ഒറ്റപ്പാലത്താണ്. ആ പാലക്കാട് ഒറ്റപ്പാലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ പാലത്തിലൂടെ ഒരു തോണി കടന്നു പോവുകയാണ്. ഒറ്റപ്പാലത്തിലൂടെ ഒരു തോണി കടന്നു പോവുകയാണ്. ആ തോണിയിൽ ആരുണ്ട്? VP മേനോനുണ്ട്. ആ തോണിയിൽ ആരുണ്ട്? VP മേനോൻ. ഒറ്റപ്പാലത്ത് ഒരു പാലം, പാലത്തിന്റെ താഴെ ഒരു തോണി. ആ തോണിയാണ് നമ്മുടെ 1894. അങ്ങനെ ഓർത്തു വയ്ക്കുക. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മറ്റൊരു കൊല്ലം 1952 അത് ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. 1951 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 1956 അതിനു മുന്നേ തന്നെ ഒറീസ സംസ്ഥാനമുണ്ട്. അപ്പൊ 1947 കഴിഞ്ഞു, 51, 52 ആ കാലം ഒന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിന്റെ പ്രായവുമായി അത് ബന്ധമുണ്ട്. 1894 51 വയസ്സാണ് ഏകദേശം അദ്ദേഹത്തിന്. ഇതിനിടക്കുമ്പോൾ നോക്കിയാൽ മതി 47 4 അല്ല 47 6 53 വയസ്സാണ്. അതിന്റെ അടുത്ത് 52 എന്ന് ഓർത്തു വയ്ക്കുക. അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് ഓർത്തു വെച്ച സമയം പിടിച്ചു എന്ന് വരും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന സമയമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നീട് 1-2 റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ പഠിച്ചത് ഉറപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും ഇന്ത്യൻ യൂണിയന്റെ രൂപീകരണവും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഏകീകരിക്കാൻ ഏറ്റവും നിർണായക പങ്കുവഹിച്ച പ്രക്രിയയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ, SCERT ബുക്കിന്റെ ഭാഗമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇന്ന് 2 ചോദ്യങ്ങൾ. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഏകീകരിക്കാൻ ഏറ്റവും നിർണായക പങ്കുവഹിച്ച പ്രക്രിയ എന്നൊരു ചോദ്യം വന്നാൽ പെട്ടെന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും അത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണെന്ന്. ഇത് വായിച്ചാലേ പിടികിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. എന്താണ് ആ ചോദ്യം തന്നെ മനസ്സിലാവില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നു. പ്രധാന ഘടകങ്ങൾ വ്യക്തികൾ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം സർദാർ വല്ലഭായ് പട്ടേൽ. ലയനക്കരാർ തയ്യാറാക്കിയ കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അഥവാ ലയനക്കരാർ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് ഓർത്തു വെച്ചോളൂ 1947 മെയ് മാസത്തിലാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത്. മുൻകാലത്ത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, SCERT ബുക്കിലില്ല, പക്ഷെ മുൻകാല ചോദ്യത്തിലുണ്ട്. 1947 മെയ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തലവൻ VP മേനോൻ. ജനനം ഒറ്റപ്പാലം പാലക്കാട് 1894. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്ന 3 പ്രധാന നാട്ടുരാജ്യങ്ങൾ. ഒന്ന് കാശ്മീരാണ്. ആ കാശ്മീരിൽ അന്നത്തെ രാജാവിന്റെ പേര് ചോദിക്കാറുണ്ട്, അത് ഹരിസിംഗ് ആണ്. മറ്റൊന്ന് ജുനഗഡ് ആണ്. ജുനഗഡ് അവിടെ എന്താണ്?
പൊതുജനാഭിപ്രായം ജനഹിത പരിശോധന നടത്തിക്കൊണ്ടാണ് ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത്. ആ ചോദ്യം വരാറുണ്ട്. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച രാജ്യം അത് ജുനഗഡാണ്. അവിടെ ജനകീയ സമരം നയിച്ചത് സമൽദാസ് ഗാന്ധിയാണ്. മുൻകാല PSC പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, SCERT ബുക്കിലില്ല. ഹൈദരാബാദ് ഭരണാധികാരി നൈസാമായിരുന്നു, മിർ ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദിന്റെ ലയനത്തിനായി നടന്ന സൈനിക നടപടി, ആ സൈനിക നടപടി SCERT ബുക്കിലുണ്ട് കേട്ടോ. ആ സൈനിക നടപടി ഓപ്പറേഷൻ പോളോ ആണ്. 2 സൈനിക നടപടികൾ ചോദിക്കാറുണ്ട് സംസ്ഥാനങ്ങളുമായി. ഒന്ന്, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി ഓപ്പറേഷൻ പോളോ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗോവ. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയതിനു ശേഷവും പോർച്ചുഗീസുകാർ പോയിട്ടില്ല, ഫ്രഞ്ചുകാർ പോയിട്ടില്ല. ഫ്രഞ്ചുകാർ 1954 പോകുന്നു. 1961 പോർച്ചുഗീസ് കോളനിയായ ഗോവ മോചിപ്പിക്കുന്നതിന് വേണ്ടി സൈനിക നടപടി നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച സൈനിക നടപടിയാണ്. അതേപോലെ തന്നെ ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള സൈനിക നടപടിയാണ്. അപ്പൊ ജുനഗഡിൽ റഫറൻഡം നടക്കുന്നുണ്ട്, ജനഹിത പരിശോധന നടക്കുന്നുണ്ട്. 1948 ഫെബ്രുവരി 24 പറ്റുമെങ്കിൽ ഓർത്തു വയ്ക്കുക, അത്ര മതി. കാശ്മീർ ലയനക്കരാർ ഒപ്പുവെച്ച തീയതി 1947 ഒക്ടോബർ 26. ഇന്ത്യൻ യൂണിയനിൽ ആദ്യം ലയിച്ച നാട്ടുരാജ്യം ഭാവ്നഗർ ആണ്, പക്ഷേ ബിക്കാനീർ ആണും എന്നും അഭിപ്രായമുണ്ട്. ഇന്ത്യൻ യൂണിയനിൽ ആദ്യം ലയിച്ച നാട്ടുരാജ്യം ഭാവ്നഗർ അഥവാ ബിക്കാനീർ ആണ്. രണ്ട് രാജ്യങ്ങളാണ്. ഒരഭിപ്രായ പ്രകാരം ബിക്കാനീർ ആണ്, പക്ഷേ ഭാവ്നഗർ എന്നാണ് സാധാരണയായിട്ട് കാണാറ്. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച മറ്റ് പ്രദേശങ്ങൾ 1954 ഞാൻ ഫ്രാൻസ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് പോണ്ടിച്ചേരിയും മാഹിയും കാരക്കലും യാനവും കിട്ടുന്നത്. ഇത് ഫ്രഞ്ച് കോളനികളായിരുന്നു. അപ്പൊ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഫ്രഞ്ച് കോളനികളായി നിന്ന പ്രദേശം ഏതായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1954 ആണ് ഫ്രഞ്ചുകാർ ഈ കോളനികൾ വിട്ടുപോകുന്നത്, ഇന്ത്യൻ യൂണിയനിലേക്ക് ഇവ വന്ന് ലയിക്കുന്നത്. 1961 ഗോവയിൽ നിന്ന് മാത്രമല്ല ദാമൻ ദിയു, പിന്നീട് ദാമൻ ദിയു നിങ്ങൾക്കറിയാം ഇന്നൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ പോണ്ടിച്ചേരിയും മാഹിയും കാരക്കലും യാനവും ഒക്കെ തന്നെ എന്താണ്, കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. നിങ്ങൾക്കറിയാം. VP മേനോൻ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ ഓർക്കണം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഈ 2 പുസ്തകങ്ങളും ഓർമ്മയിൽ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചത്, ലയനക്കരാറിലൂടെ യോജിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ആര്? VP മേനോൻ. സോ ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലേ, ഇന്ത്യയുടെ അഖണ്ഡത അല്ലേ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് അവിടെ ഇന്റഗ്രേഷൻ, ഇന്ത്യയെ എങ്ങനെ അഖണ്ഡമായിട്ട് നിർത്താൻ, അല്ലെങ്കിൽ തൊള വീണ കഷ്ണങ്ങളായി മാറുമാകുന്നായിരുന്ന ഇന്ത്യനെ അങ്ങനെ ആക്കിയ ആളെന്നെയല്ലേ ആ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറയേണ്ടത്. അപ്പൊ അത് ഓർത്തു വയ്ക്കാം. ഇനി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, തീർച്ചയായും അധികാര കൈമാറ്റം അദ്ദേഹം കണ്ടില്ലേ ആ ലയനക്കരാർ തയ്യാറാക്കുമ്പോൾ. ഓക്കെ, അധികാര കൈമാറ്റം കണ്ടു. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഈ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലാണ്. എന്താ ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. 1951 VP മേനോൻ ഒഡീഷയുടെ ഗവർണറായി. SCERT പ്രകാരം 1952 പക്ഷേ യഥാർത്ഥത്തിൽ 1951 അപ്പൊ 1952 എന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ 1952 നിങ്ങൾക്ക് എഴുതാം. പക്ഷെ 1952 51 മാത്രമേ തന്നിട്ടുള്ളൂ വെച്ചാൽ കണ്ണും ചിമ്പി 51 എഴുതാം. 51 യഥാർത്ഥ കൊല്ലം. പ്രധാന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനമാണ് റഫറൻഡം. ജുനഗഡ് ജനഹിത പരിശോധന, ജുനഗഡിന്റെ ലയനം ഇതുവഴിയാണ് നടന്നത്. കാശ്മീർ ജുനഗഡ്, അതുപോലെ തന്നെ കാശ്മീരിൽ അവിടുത്തെ രാജാവ് ഹരീന്ദർ സിംഗിനെ ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഹൈദരാബാദ് പോളോ ഓർത്തു വയ്ക്കുക. ജുനഗഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റഫറൻഡം ഓർത്തു വയ്ക്കുക. ഈ 3 സംയോജിക്കാൻ തയ്യാറായ, ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. അവ പിന്നീട് ലയിച്ചത് ഇങ്ങനെയാണ്. ലയനക്കരാറിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാ? കേന്ദ്ര സർക്കാരിന് നാട്ടുരാജ്യങ്ങൾ കൈമാറേണ്ടി വന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ഇനി നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് കടന്നു പോകാം. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ ആദ്യമായി രാജിവെച്ച നാട്ടുരാജ്യം ഏതാണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നാണ് ഭാവ്നഗർ, പിന്നീട് നഗർന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ് കേട്ടോ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഭാവ്നഗറാണ്. ജുനഗഡിന്റെ ലയനത്തിനായി നടന്ന ജനകീയ സമരത്തിന്റെ നേതാവ് അത് സമൽദാസ് ഗാന്ധിയാണ്.
ഓപ്പറേഷൻ പോളോ ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുമായി ലയിപ്പിക്കാൻ ഉപയോഗിച്ച സൈനിക നടപടിയാണ്? അത് ഹൈദരാബാദിനെയാണ്. ഇനി അടുത്തത് ഈ ഓപ്ഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ ചോദ്യത്തിൽ കുറച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഓപ്ഷനും കൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ചു പോകാം. അതായത് ഈ ചോദ്യത്തിൽ കണ്ടു സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമുലു, VP മേനോൻ ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ചില ഓപ്ഷനിലൂടെ ഒന്ന് കടന്നു പോകാം. ആ ഓപ്ഷനിൽ ഒരാളാണ് നിങ്ങൾക്കറിയാം എന്തെന്ന് പറയുന്നത്, അമരജീവി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. അമരജീവി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമുലു ആണ്. അമരജീവി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമുലു. എന്താ പോറ്റി ശ്രീരാമുലുവിന്റെ പ്രത്യേകത? പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രവിശ്യകളാണ് ചില സംസ്ഥാനങ്ങളായി മാറുന്നത്. ആ പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സൗകര്യത്തിനും അവരുടെ സൈനിക നീക്കങ്ങൾക്കൊക്കെ സഹായകരമായ രീതിയിൽ ഉണ്ടാക്കിയതായിരുന്നു. ആ പ്രവിശ്യകളിൽ ഉദാഹരണത്തിന് മദ്രാസ് പ്രവിശ്യ ഉണ്ടായിരുന്നു. അതിൽ തമിഴ് സംസാരിക്കുന്നവരും കന്നഡ സംസാരിക്കുന്നവരായ കുറച്ച് ആൾക്കാരും മലയാളം സംസാരിക്കുന്നവരായിട്ടുള്ള മലബാറുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ആദ്യകാലത്തെ തന്നെ ദേശീയ സമ്മേളനങ്ങളിലുള്ളൊരു വിഷയമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഗവൺമെന്റ് തുടക്കത്തിലൊന്നും അതിന് തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ആന്ധ്ര, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആന്ധ്ര എന്നുള്ളൊരു സംസ്ഥാനത്തിന് വേണ്ടി അവിടുത്തെ ഗാന്ധിയനായിരുന്ന പോറ്റി ശ്രീരാമുലു നിരാഹാരം അനുഷ്ഠിക്കുന്നു. ആ നിരാഹാരത്തെ പലരും പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ നെഹ്റു ഗവൺമെന്റ് വേണ്ടത്ര ഗൗനിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹം മരണമടഞ്ഞതോടുകൂടി അദ്ദേഹം എന്തായി മാറി? അത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം വളരെ ശക്തമായി. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത്. അപ്പോൾ ആ മരിച്ച ആള് മരിച്ചിട്ടില്ല, അമരജീവി മരിച്ചിട്ടില്ല. ഇങ്ങനെ രക്തസാക്ഷികളായവരെ നമ്മൾ പറയുക, മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, അല്ലേ? അങ്ങനെ പഴയ കാലം മറ്റുള്ളവർക്കായി തൻ്റെ ജീവിതം കൊടുത്തവരാണ് ഈ രാജ്യത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നെങ്ങനെയാ? ഇന്ന് തനിക്ക് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്ന ആളുകളാണ്, അല്ലെ? 5 ആളുകളെയാണ് കൊല്ലുന്നത്, അല്ലേ? നമുക്കത് കാണുമ്പോൾ തന്നെ എത്ര ഹൃദയഭേദകമാണ്. നമ്മൾ ഏതൊരു കാലഘട്ടത്തിലും ഏത് യുഗത്തിലുമായിക്കോട്ടെ സ്നേഹമില്ലാതെ, സൗഹൃദമില്ലാതെ, മറ്റുള്ളവനോടുള്ള കരുതലില്ലാതെ നമുക്ക് പുരോഗമിക്കാൻ പറ്റില്ല. നോക്കൂ, ഇതൊരു വൈറസ് പോലെ നമ്മുടെ രാജ്യത്ത് പടരുകയാണ്, അല്ലെ? മറ്റു സംസ്ഥാനങ്ങളിലുണ്ടോയെന്നറിയില്ല, കേരളത്തിൽ ഇതൊരു വൈറസ് പോലെ. എത്ര കൊലപാതകങ്ങൾ! നമുക്ക് തിരിച്ചു പോകാം. അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചതാണ്. അതാണ് ആര്? നമ്മുടെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പോറ്റി ശ്രീരാമുലു. അദ്ദേഹം അമരജീവി എന്നറിയപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങൾക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് INA ഒക്കെ നേതാവാണ്, അല്ലെ? INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പിന്നീട് അതിന്റെ നേതൃത്വത്തിൽ. ആ സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവായിട്ടുള്ള CR ദാസിനെ അവിടെ തന്നിട്ടുണ്ട്. റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത നാട്ടുരാജ്യം. ഇതുപോലെ തന്നെ CR ദാസിനെ ഓർക്കുമ്പോൾ ആ ഓപ്ഷനിൽ നിങ്ങൾ ഓർക്കേണ്ടത് സ്വരാജ് പാർട്ടിയെയാണ് ഓർക്കേണ്ടത്. സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് പറയാം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നല്ലോ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതോടുകൂടി ഇന്ത്യയിലാകെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ശക്തമാവുകയാണ്. അങ്ങനെയാണ് 1920 ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശവ്യാപകമായി നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. ആ നിസ്സഹകരണ സമരം 1921 ആരംഭിക്കുന്നത്, ദേശവ്യാപകമായിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നടന്ന ആദ്യത്തെ ദേശവ്യാപകമായ സമരമാണ് നിസ്സഹകരണ സമരം. അതിന് ഗാന്ധിയാണ് നേതൃത്വം നൽകിയത്. അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ചൗരി ചൗരയിൽ വെച്ച് ജനക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടുത്തെ പോലീസുകാരെ കൊന്നത്. ഇങ്ങോട്ട് ഉപദ്രവം ഉണ്ടായിട്ടാണ്. പക്ഷെ ഗാന്ധി പറഞ്ഞു, അഹിംസയാണ് നമ്മുടെ ഈ മന്ത്രം, അത് വിട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സമരം പിൻവലിക്കുകയാണ്. സമരത്തിന്റെ ഉച്ചസ്ഥായിയിൽ അത് പിൻവലിച്ചതിൽ ഇന്ത്യയിലെമ്പാടും പ്രതിഷേധമുണ്ടായിരുന്നു. ഗാന്ധിയുടെ ലൈനാണത്. അങ്ങനെ അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ സ്വരാജ് പാർട്ടി പോലെയുള്ള ചില പാർട്ടികൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്വരാജ് പാർട്ടി ഉണ്ടാവുന്നുണ്ട്. ആ സ്വരാജ് പാർട്ടിയുടെ നേതാവ് CR ദാസ് ആയിരുന്നു, മറ്റൊന്ന് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ 2 നേതാക്കളെ ഓർക്കുക. CR ദാസ്, ഇദ്ദേഹം തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെയും രാഷ്ട്രീയ ഗുരു. CR ദാസ്, മോത്തിലാൽ നെഹ്റു, അതുപോലെ തന്നെ വിതൽഭായ് പട്ടേൽ,
ഹക്കീം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആട്ടോ സുഭാഷ് ചന്ദ്രബോസ്. അതും കൂടി ഓർക്കണം. കോൺഗ്രസിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് ഹരിപുര സമ്മേളനത്തിൽ. ആ ഹരിപുര സമ്മേളനത്തിൽ നടക്കുന്ന മത്സരത്തിൽ നമുക്കറിയാം ഗാന്ധിയുടെ ഇഷ്ടക്കാരനായ പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ പട്ടാഭി സീതാരാമയ്യ പരാജയപ്പെടുകയും സുഭാഷ് ചന്ദ്രബോസ് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന് രാജിവെച്ച് പോയി INA-യിൽ ചേരേണ്ടി വന്നത് മറ്റൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സുഭാഷ് ചന്ദ്രബോസ് ഓർക്കുക, കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഹരിപുര സമ്മേളനത്തിൽ ആരെ ആണ്? പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. മാത്രമല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ കൂടിയാണ് പട്ടാഭി സീതാരാമയ്യ. അപ്പൊ അമരജീവി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പൊട്ടി ശ്രീരാമുലു ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ് ആണ്. സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഒന്ന്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? അടുത്ത ചോദ്യം അതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആണ്. ഓക്കെ, ഇത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം. നിങ്ങൾക്ക് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അമേരിക്കൻ വിപ്ലവം പറയുന്നുണ്ട്, അതുപോലെ തന്നെ റഷ്യയിലെ വിപ്ലവം പറയുന്നുണ്ട്, ചൈനയിലെ വിപ്ലവം പറയുന്നുണ്ട്, ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവം പറയുന്നുണ്ട്. എന്താണ് ഈ വിപ്ലവങ്ങളുടെ പ്രത്യേകത? ഈ വിപ്ലവങ്ങൾ ലോകത്തെ ആകെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോക വിപ്ലവങ്ങൾ. ഓക്കെ, അമേരിക്കൻ വിപ്ലവത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ നവോത്ഥാനം വരുന്നുണ്ട്, എൻലൈറ്റ്മെന്റ് വരുന്നുണ്ട്, ജ്ഞാനോദയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ലോകത്തെ ആകെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലടക്കം അവ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവവും റൂസോയുടെ ആശയങ്ങളും. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. ഓർത്തിരിക്കുക, റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും ഭരണാധികളും തമ്മിലുള്ള ഒരു ഉടമ്പടി മാത്രമാണ് ഭരണം. ഭരിക്കാനുള്ളവരും ജനങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടി മാത്രമാണ്. അതുവരെ എന്താ വിചാരിച്ചിരുന്നത്? ലോകമാകെ വിചാരിച്ചിരുന്നത് രാജാക്കന്മാർക്ക് ഭരിക്കാനുള്ള അധികാരം ദൈവദത്തമാണ് എന്നുള്ളതാണ്. അത്തരം ആശയങ്ങളെ പൊളിച്ചടക്കുകയാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ. സാമൂഹിക ഉടമ്പടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ റൂസോയുടെ പുസ്തകം സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. എന്താണ് അദ്ദേഹം? നമ്മൾ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണപ്പോ? റൂസോ ആണ്. ആ റൂസോയുടെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ കൃതി തന്നെയല്ലേ ബൈബിൾ? യേശുദേവൻ നമുക്കറിയാം പ്രവാചകനാണ് അല്ലേ? ആ യേശുദേവന്റെ കൃതി അദ്ദേഹം ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ ബൈബിൾ? അപ്പോ ഇവിടെ നോക്കൂ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം മാത്രമല്ല റൂസോ എഴുതിയത്. വിദ്യാഭ്യാസവുമായി അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകമാണ് എമിലി. റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? റൂസോ ആണ്. ഇങ്ങനത്തെ ചില സ്ഥിരമായി PSCക്ക് വരുന്ന ചോദ്യമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ലിയോ ടോൾസ്റ്റോയി ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരാണ്? പല തവണ ചോദിച്ചതാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാ റാം മോഹൻ റായ് ആണ്. നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ജ്വലനം കൊടുക്കുന്നത് ഇന്ത്യൻ ദേശീയതയാണ്. അതായത് ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരാണ് തങ്ങളുടെ ദുരിതത്തിന് അടിസ്ഥാനമെന്ന് ഇന്ത്യൻ ജനത മെല്ലെ മെല്ലെ തിരിച്ചറിയുകയാണ്. അതിലൊക്കെ വലിയ പങ്ക് വഹിച്ച ആളാണ് ദാദാഭായ് നവറോജിയെ പോലെ, ഫിറോസ് ഷാ മെഹ്തയെ പോലെയുള്ള അന്നത്തെ ദേശീയ നേതാക്കൾ. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം, എങ്ങനെയാണ് ബ്രിട്ടൻ ഇവിടെ നിന്ന് ഫണ്ട് കടത്തുന്നത്, ഓക്കെ, ഈ രാജ്യം ഭരിക്കാനല്ല കട്ടുമുടിക്കാനാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തമൊക്കെ നാട്ടിലാകെ എന്ത് ചെയ്യാണ്? ചർച്ചയാവുകയാണ്.
അങ്ങനെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒരു പൊതുകാര്യത്തിനായി അവരുടെ മുഴുവൻ കാര്യത്തിനായി ഒന്നിക്കുന്ന ഒന്നിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയതയെ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ദേശീയത എന്ന് വിളിക്കാറുണ്ട്. തങ്ങളുടെ സാമ്പത്തിക ദുരിതത്തിന് കാരണം ബ്രിട്ടനാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. അതൊരു വംശീയ ദേശീയതയല്ല, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഒരു കൾട്ടിന്റെ ദേശീയതയല്ല. ബ്രിട്ടീഷ് ഭരണമാണ് തങ്ങളെ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ള അർത്ഥത്തിൽ അതൊരു സാമ്പത്തിക ദേശീയത, ഒരു അർത്ഥത്തിൽ അത് സാമ്പത്തിക ദേശീയതയാണ്. പക്ഷെ ഒരു സാംസ്കാരിക ഇന്ത്യ നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യ എന്നുള്ളൊരു പൊതുബോധവുമുണ്ട്. അതന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. പക്ഷെ പല ചരിത്രകാരന്മാരും അതിനെ സാമ്പത്തിക ദേശീയത എന്നും വിളിക്കാറുണ്ട്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റായ് ആണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ ആണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ആധുനിക ഫ്രാൻസിന്റെ ശില്പി നെപ്പോളിയനാണ്. ഓർത്തു വയ്ക്കുക. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ലിയോ ടോൾസ്റ്റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റായ്, പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ, ആധുനിക ഫ്രാൻസിന്റെ ശില്പി നെപ്പോളിയൻ ബോണപ്പാർട്ട്, ആധുനിക റഷ്യയുടെ ശില്പി പീറ്റർ ചക്രവർത്തി, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജം തുടങ്ങിയ ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായി നവറോജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ്. തെറ്റിപ്പോവും പലർക്കും. അതായത് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് രാജാറാം മോഹൻ റായ്. എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇവിടെയും തെറ്റും. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ്. അപ്പൊ ഇത് ഓർത്തു വെക്കാനുള്ള വഴി എന്താ? ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയ, ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ, എന്നാൽ ഒരേപോലെയുള്ള ചോദ്യങ്ങൾ ഓർത്തു വയ്ക്കാൻ ഇതൊരു ലിസ്റ്റാക്കി വെക്കുക. ആ ലിസ്റ്റാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് എടുത്തു നോക്കുക. ജസ്റ്റ് ഒരു പേപ്പർ, അതിന് വേണ്ടി ഒരു കട്ടിങ് പേപ്പർ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ എഴുതി വെക്കുക വൃത്തിയിൽ. എന്നിട്ട് ക്ലിപ്പ് കൊണ്ടിട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് ഇത് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. വെറുതെ ഒരു ദിവസം ഒരു നേരം ആ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വീണ്ടും നമ്മുടേക്ക് എടുത്ത് നോക്കുക. ഞാൻ എത്ര എണ്ണം എഴുതി, ഏതൊക്കെ തെറ്റി, ഏതൊക്കെ ശരിയായി. എന്നിട്ട് നിങ്ങളൊരു ടിക്ക് മാർക്ക് ഇടുക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഓർമ്മിക്കാൻ പറ്റിയാൽ ഒരു ടിക്ക് മാർക്ക്. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം രാജാറാം മോഹൻ റായ് എഴുതി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് സുരേന്ദ്രനാഥ ബാനർജി എഴുതി. അപ്പൊ അത് രണ്ടിനും ടിക്ക് ചെയ്യുക. മറ്റൊക്കെ തെറ്റി അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല, അപ്പൊ അതിന് ടിക്ക് ഇല്ല. ഇനി അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റായ് എഴുതി, പക്ഷെ ഇന്ത്യൻ ദേശീയയുടെ പിതാവ് എന്നുള്ളത് ദാദാബായി നവറോജിനെയാണ് എഴുതി. അപ്പൊ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് തെറ്റിയില്ലേ? അപ്പൊ നേരത്തെ എഴുതിയ ടിക്ക് വെട്ടുക. തുടർച്ചയായി നിങ്ങൾക്ക് എത്ര പ്രാവശ്യം 5 പ്രാവശ്യം ഓർക്കാൻ പറ്റിയാൽ മാത്രം നിങ്ങൾ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കുക. അതുവരെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്ക് ഒരു ലിസ്റ്റ് എടുക്കുക, ഇടയ്ക്ക് വേറൊരു ലിസ്റ്റ് എടുക്കുക. ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അല്ലാതെ കാണാപ്പാടം പഠിക്കുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിരിക്കും. നിങ്ങൾക്കതൊരു രസകരമായിരിക്കും. നിങ്ങൾ ഓർക്കുന്ന ഓരോ പോയിന്റും നിങ്ങൾ 5 പ്രാവശ്യം തുടർച്ചയായിട്ട് ഓർക്കാൻ പറ്റിയാൽ 5 പോയിന്റ് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയിന്റ് കൂടി വരുന്നത് കാണാം. പിന്നീട് ഈ ലിസ്റ്റുകൾ മാസത്തിൽ ഒരിക്കലും ഒന്നുകൂടി റിവൈസ് ചെയ്യും. മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഓർക്കുക. അപ്പൊ ഒരു ഗെയിമിഫിക്കേഷൻ ആയിരിക്കും. ഞാനൊരു 100 പോയിന്റ് നേടണം, 200 പോയിന്റ് നേടണം, അല്ലെങ്കിൽ 300 പോയിന്റ് നേടണം എന്നുള്ള വെറുതെ ലക്ഷ്യം വെക്കുക. ഓക്കെ. അപ്പൊ അതിലൊരു കളിയുടെ ഒരു രസം കൂടിയുണ്ട്. ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. എപ്പോഴും നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യം ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യമാവും. ഇതപ്പം ചെയ്ത് അപ്പം റിസൾട്ട്. ഇന്നാണ്ട് പഠിച്ചാൽ PS ഇത്ര എഴുതാം. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്നാണ് അത്. പക്ഷെ അങ്ങനെ സാധ്യമല്ല നമുക്കറിയാം. റോമാനഗരം ഒരു ദിവസം കൊണ്ടല്ല കെട്ടിപ്പടുത്തത്. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ ഇങ്ങനത്തെ ഗെയിമിഫിക്കേഷൻ നമ്മൾ തന്നെ ചില പോയിന്റ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ലക്ഷ്യമിടുക. അപ്പോ ഇന്ത്യയുടെ പിതാമഹൻ, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, ആധുനിക ഇന്ത്യയുടെ പിതാവ് നമ്മൾ പഠിച്ചു. ഇനി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതിയുടെ കർത്താവ് റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട്. ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് അവസാനം വരെ കണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ രീതി നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ? അപ്പോൾ ഇത് PSCയുടെ കംപ്ലീറ്റ് ഗൈഡാണ്. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ അടിക്കുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.